ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഓൾറെഡി പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 ഇടുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 2 ബാക്കി നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ ഗായ്സ്, എല്ലാവരും പാർട്ട് 1 കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 2 അനദർ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞായിരുന്നു. കാരണം എല്ലാം കൂടെ ലോങ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല, പെട്ടെന്ന് മടുക്കും. അപ്പോൾ ആയിഷേൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, കുറച്ച് മീൻസ് 10 മണി 10:30 ആയപ്പോൾ നമ്മളെത്തി. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ആയിഷേൻ്റെ കാക്കി ആയിഷയും കൂടെ പിക്ക് ചെയ്യാൻ വന്നിട്ട് നമ്മൾ നേരെ ഫ്രഷ് ആവാൻ കയറി. കാരണം രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ആയിഷയുടെ ഫ്രണ്ട്സും ആയിഷയും കൂടെ അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഫുള്ള് സെറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ആയിഷ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചില്ലടാ, മറന്നുപോയടാ, എല്ലാവരും കൂടെ തരാമെന്ന് വിചാരിച്ചാൽ വാങ്ങിക്കാഞ്ഞത്. കാരണം സൗബ് വന്നിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് അതൊരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും മുഖമൊക്കെ മാറി ചെറുതായിട്ട്. പിന്നെ അവൾക്ക് അറിയാം തരും, വെറുതെ ആണെന്ന് അവൾക്ക് അറിയാം. അങ്ങനെ പിന്നെ കേക്ക് മുറയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സ് കാണാൻ അവളെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെയാണ് കേക്ക് മുറിച്ച്, മെച്ചി, ഞാൻ, പിന്നെ അവളുടെ ഫ്രണ്ട്സ്, പിന്നെ KP, ഞങ്ങളെല്ലാവരും കൂടെയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ഓളുടെ റൂമിൽ വെച്ച് തന്നെയായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്താണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളാണ് നല്ല ടയേർഡായിരുന്നു. പക്ഷേ എന്നാലും പിന്നെ എത്തിക്കഴിഞ്ഞിട്ട് കിടന്നേ പറ്റത്തുള്ളൂ, ഉറങ്ങി എണീക്കണം എന്നൊക്കെ പറഞ്ഞാണ് എത്തിയത്. പക്ഷെ നമ്മൾ കിടന്നൊന്നും ഇല്ല. കാരണം നമ്മൾ പിന്നെ ആ ഒരു ഇതിൽ എൻഗേജ്ഡ് ആയിപ്പോയി. അപ്പം നമ്മൾ ടയേർഡിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ ഞാൻ നേരെ കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത്. അപ്പോൾ ആളാകെ സർപ്രൈസായി. കാരണം ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടില്ല തേങ്ങ മാങ്ങയൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ കൊടുത്ത ഒരു കോഡ് സെറ്റും പിന്നെ എന്താ കൊടുത്തത്, പിന്നെ ഒരു പെർഫ്യൂമാണ് നമ്മൾ കൊടുത്തത്. പിന്നെ അവളുടെ വേറെ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് മീൻസ് പൈസ അയച്ചു തന്നിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ ഓള് ഭയങ്കര ഹാപ്പിയായി. കാരണം ഓള് പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഓളുടെ ഫ്രണ്ട്സ് നമ്മുടെ കയ്യിൽ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞതും അതൊന്നും ഓള് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ സ്കിൻ കെയർ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ള അത്യാവശ്യം സ്കിൻ കെയറും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത് വാങ്ങിക്കാണ്ട് കോട്ട് സെറ്റ് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഓൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ നേരെ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്, എല്ലാവരുടെ ഫോണിൽ ഓരോരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഉമ്മച്ചീൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തത് അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഓളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കമ്പനി മീൻസ് സംസാരിക്കുന്നതും മിണ്ടുന്നതൊക്കെ ആദ്യമായിട്ടാണ്. എല്ലാവരും നല്ല അടിപൊളി. ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഓള് പറഞ്ഞ് എനിക്കറിയാം ഇങ്ങനെ ഇവരെ, അങ്ങനെ അവർക്കും ആണെങ്കിലും അവൾ പറഞ്ഞ് നമ്മളെ അറിയാം അങ്ങനെ തന്നെ. അല്ലാണ്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല അടിപൊളി, എല്ലാവരും നല്ല വൈബ് പിള്ളേരായിരുന്നു, എല്ലാവരും നല്ല സെറ്റായിരുന്നു. അങ്ങനെ കുറേ ചിരിച്ചിട്ട് അവരുടെ കൂടെ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ നല്ല മന്തി ഉണ്ടായിരുന്നു, അൽഫാം മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, എന്താ വേണ്ട അതൊക്കെ എടുത്ത് കഴിക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മന്തിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആയിരുന്നു. എനിക്കല്ലേ തന്നെ ചെമ്മീനോട് എന്തോ പ്രത്യേക ഇഷ്ടമാണ്. ചെമ്മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ മന്തിൻ്റെ കൂടെ വരെ ചെമ്മീൻ കഴിച്ചു. എനിക്കവിടെ ഭയങ്കര ചെറിയ ചെമ്മീൻ കിട്ടൂല, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്തതാണ് വലിയ ചെമ്മീൻ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഉമ്മച്ചി ഇങ്ങനെ വലിയ ചെമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിച്ചപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് കഴിച്ചിട്ട് നേരെ പിന്നെ റൂമിലോട്ട് വന്ന് പിന്നെ ഓരോരോ ഗിഫ്റ്റും അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഓള് അത് അൺബോക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓളുടെ ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് അവരൊക്കെ പോയി. പിന്നെ നമ്മൾ രണ്ടും മാത്രമായി. അങ്ങനെ അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ അൺബോക്സ് ചെയ്യായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ബോക്സിൽ ലിപ്സ്റ്റിക്ക് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കത് ആദ്യം ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ആദ്യമേ അതിൻ്റെ അകത്ത് കുറേ ഉണ്ടെങ്കിലും ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്നായിരിക്കും. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പിന്നെ അയ്യോ ആ ഷെയ്ഡ് എനിക്ക് ചേരൂല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെട്ട് ലാക്മേൻ്റെ എന്തോ ലിപ്സ്റ്റിക്കായിരുന്നു എന്ന് തോന്നണം, ഞാൻ ഓർക്കണില്ല. എന്തായാലും ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പറയാണ്ട് തന്നെ. അങ്ങനെ അതൊക്കെ പൊളിച്ച് പിന്നെ ഉള്ള ഫ്രണ്ട്സായിട്ടൊന്ന് കമ്പനിയായി വന്നപ്പോൾ തന്നെ അവർക്ക് പോകാൻ സമയമായി. കാരണം എല്ലാവർക്കും വീട്ടിൽ കയറാൻ സമയം, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാവരുമായിട്ട് വൈബടിക്ക് ഇപ്പോൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം സെറ്റാക്കണം എല്ലാവരുമായിട്ട്. ഞങ്ങളൊന്ന് കമ്പനിയായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മിനി ഊട്ടിയിൽ പോയി. കാക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞു. മലപ്പുറത്ത് തന്നെ മിനി ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കൊണ്ടുപോയി.
കാക്ക, ഉമ്മച്ചി, ഞാൻ, ആയിഷ, KP ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. അവിടെ ചെന്നിട്ട് ഫുള്ള് ഞങ്ങൾ ഫുഡിങ് തന്നെയായിരുന്നു. ആദ്യം ഞങ്ങൾ ഉപ്പിലിട്ടേലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു, നമ്മൾ മാങ്ങ, അരിനെല്ലിക്ക, ജാതിക്ക, അമ്പഴങ്ങ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഐസ് വരണ്ടി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ കഴിച്ചിട്ടുണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. നമ്മളവിടെ അത് ഉണ്ടോയെന്ന് എനിക്ക് അറിയൂല. കാരണം മീൻസ് എൻ്റെ ആലപ്പുഴയിൽ അത് ഉണ്ടോയെന്ന് എനിക്ക് അറിയൂല. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാണ്ടിരിക്കുക. പക്ഷെ സാധനം നല്ല സെറ്റായിരുന്നു. ഇങ്ങനെ ഐസ് വരണ്ടിയിൽ ഐസ് ഇങ്ങനെ അവർ നല്ല ഉരച്ചിട്ട് അതിൻ്റെ അകത്ത് സർബത്തും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ എന്തൊക്കെയോ ഇട്ടിട്ട് തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജാതിക്ക അതും ഇതൊക്കെ ട്രൈ ചെയ്ത് എല്ലാം കാറിലിരുന്ന് തന്നെ നമ്മൾ കഴിച്ചത്. എല്ലാം വാങ്ങിച്ച് പാഴ്സലാക്കും. നമ്മൾ കാറിൽ കയറും, കാറിൽ ഇങ്ങനെ വണ്ടി ഓടും, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ റിപ്പീറ്റ്. ഐസ് വരണ്ടി ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രീൻ പീസും പിന്നെ ഓംലേറ്റും ഒക്കെ വാങ്ങിച്ച് അത് അവിടെയാണെങ്കിൽ ഇങ്ങനെ മോളിൽ നിന്ന് എന്തോ കോഴീൻ്റെ എന്തോ ഫാം എന്തോ സംഭവം ഉണ്ട്. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് വന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ സാധനം നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ കാക്ക കാറ് വളച്ച് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ കാറിൽ തന്നെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് പിന്നെ നമ്മൾ പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് കാറിൽ തന്നെ വെച്ച് വേസ്റ്റ് ബിൻ കാണുമ്പോൾ അതിലോട്ട് ഇടാമെന്ന് വെച്ച് പിന്നെ നമ്മൾ നേരെ KPയുടെ അമ്മ വീട്ടിലോട്ട് പോയി. അത് മലപ്പുറം തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ടാങ്ക്, സമൂസ, മിച്ചർ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ കുനാഫ ഹബ്ബിലോട്ടാണ് പോയത്. കാരണം ഞാൻ ഇന്നേ വരെ കുനാഫ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ക്ലാസിക് ചീസ് കുനാഫയാന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഞാൻ എന്താണ് വാങ്ങിച്ചത് ഞാൻ ഓർക്കണില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവരൊക്കെ, പക്ഷെ ഞാൻ ഇന്നേവരെ ട്രൈ ചെയ്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യണ എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സാധനം സെറ്റാണ്, ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷവർമ്മ പാഴ്സൽ വാങ്ങിച്ച്. കാരണം ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പാഴ്സൽ ഷവർമ്മ വാങ്ങിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി. ഐഷ, ഇന്നത്തെ ദിവസം എപ്പിടി ഇருக்கு? ഗുഡ് ഗൈസ്, ഗുഡ്. നല്ല രസമുണ്ട്. അതെ, ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? കൊറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വ്ലോഗ് കേട്ടിട്ട് എന്റെ ഗിഫ്റ്റ് മൊത്തം കണ്ടിട്ടുണ്ടാവും. എനിക്ക് തന്നെ ഇപ്പോഴും അറിയില്ല എന്തൊക്കെ എവിടെയൊക്കെ കിടക്കണത്. എനിക്ക് ഇനി എടുത്ത് വെച്ചിട്ട് വേണം ആരൊക്കെ എന്തൊക്കെയാ തന്നെന്നുള്ള സോർട്ട് ചെയ്തിട്ട് എടുക്കണം. അതെ, ഇന്ന് ഫുള്ള് ഫുഡിങ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഐഷ പത്ര ഫുഡ് കഴിച്ചില്ല. ക്ഷീണത്തിലാണ് ഗൈസ്.